ഒരു പെൺകുട്ടി ഒരു മനുഷ്യനെതിരെ പീഡന പരാതി കൊടുക്കുന്നു, വ്യാജ പീഡന പരാതി കൊടുക്കുന്നു, അത് വ്യാജമാണെന്ന് തിരിച്ചറിയുന്നു, അയാളെ കോടതി വെറുതെ വിടുന്നു. ഈ പരാതി കൊടുത്ത ആൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. കാരണം അത് വലിയ പ്രശ്നമായിട്ട് ഇവിടുത്തെ സർക്കാരുകളുടെ നട്ടലില്ലായ്മയാണ് അതിന്റെ പ്രശ്നം. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ വിധത്തിൽ ചർച്ച ചെയ്യുകയും പിന്നീട് ഇയാൾ നിരപരാധിയാണ് എന്ന് അറിഞ്ഞാൽ വലിയ തോതിൽ അതിനൊരു പരിഗണനയൊന്നും കൊടുക്കില്ല. ഒരു ദിവസത്തെ വാർത്തയിലൊക്കെ ഒതുക്കിയിട്ട് അത് മാറ്റും. 13 വയസ്സിലൊരു കുട്ടിയെ പ്രണയിക്കാൻ പോയാൽ പോക്സോ നിയമപ്രകാരം അവനകത്താം. 18 മാസമാണ് ഈ അച്ഛൻ ജയിലിൽ കിടന്നത്. നമ്മൾ ആലോചിക്കണം, പല ആളുകളും പറയും ഏതെങ്കിലും ഒരു കേസ് വന്ന് അയാൾ ജയിലിലായി കഴിഞ്ഞാൽ പറയും എന്തുകൊണ്ടാ ഓൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ദിവസം ജയിലിൽ കിടന്നത്. നോക്കൂ, എന്തൊരു കഷ്ടമാണിത്, എത്ര ഭയാനകമാണ്, എത്ര സങ്കടകരമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പോലീസുകാർ എന്തൊരു കരുണയില്ലാത്ത, എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്ത് വീട് കാണിച്ചു കൊടുത്ത് വെന്റിലേറ്റർ വഴി വീട്ടിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഗില്ലി സിനിമ പോലെ ആ ഒരു സംഭവത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിട്ട് മുളക് പൊടി വിതറിയെന്നാ കേൾക്കുന്നത്. ഒരു വലിയൊരാളെ, ഒരു മനുഷ്യൻ ഒരാളെ ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ചേട്ടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് പോക്സോ കേസുകളെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴ കരുവാറ്റയിലെ ഒരു വയോധികന്റെ മരണത്തെ കുറിച്ച് കേട്ടു. സ്വന്തം കൊച്ചുമകള് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു അത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിധിയും വന്നിരിക്കുകയാണ്. സ്വന്തം അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ 18 മാസത്തോളം ഒരു നിരപരാധിയായ ഒരു അച്ഛൻ ജയിലിൽ കിടന്ന ഇപ്പൊ കുറ്റവിമുക്തനായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ തുടരെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രശ്നങ്ങൾ, അവരെ സമൂഹം ചൂഷണം ചെയ്യുന്നത്, ഇപ്പം അബ്യൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർക്ക്, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇപ്പം കുഞ്ഞുങ്ങളെ ആ തരത്തിൽ അബ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആക്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ പോക്സോ ആക്ടുകളൊക്കെ തന്നെ വലിയ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു. ഈ ഇത്തരം കേസുകളെ, പീഡന കേസുകളെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു. ഇത് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ വിധത്തിൽ ചർച്ച ചെയ്യുകയും പിന്നീട് ഇയാൾ നിരപരാധിയാണ് എന്ന് അറിഞ്ഞാൽ വലിയ തോതിൽ അതിനൊരു പരിഗണനയൊന്നും കൊടുക്കില്ല. ഒരു ദിവസത്തെ വാർത്തയിലൊക്കെ ഒതുക്കിയിട്ട് അത് മാറ്റും. വലിയ ഇതിനെന്ത് നടപടിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരാൾക്കെതിരെ ഒരു പെൺകുട്ടി ഒരു മനുഷ്യനെതിരെ പീഡന പരാതി കൊടുക്കുന്നു, വ്യാജ പീഡന പരാതി കൊടുക്കുന്നു, അത് വ്യാജമാണെന്ന് തിരിച്ചറിയുന്നു, അയാളെ കോടതി വെറുതെ വിടുന്നു. ഈ പരാതി കൊടുത്ത ആൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. കാരണം അത് വലിയ പ്രശ്നമായിട്ട് ഇവിടുത്തെ സർക്കാരുകളുടെ നട്ടലില്ലായ്മയാണ് അതിന്റെ പ്രശ്നം. കേരളത്തിലെ ഇടതുപക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ വലതുപക്ഷമായിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയം പറയല്ല, ആ രണ്ട് സർക്കാരുകളും സ്ത്രീപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്, കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഒരു തരത്തിലും അതിനൊരു അതിലൊരു വെള്ളം ചേർക്കാനൊന്നും പാടില്ല. പക്ഷേ ഈ കള്ളപ്പരാതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഇടുക്കിയിലാണ് സ്വന്തം മകൾ അച്ഛനെതിരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പീഡന കേസ് കൊടുത്തിരിക്കുന്നത്. അതും അച്ഛൻ ചെയ്ത തെറ്റെന്താ? അച്ഛൻ ചെയ്തത് മകൾക്ക് ഒരാളുമായിട്ട് പ്രണയമുണ്ട്, പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇപ്പൊ കുട്ടികൾക്കുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ഈ കുട്ടി കൗമാരക്കാരിയാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു 13-14 വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക്. അങ്ങനെയുള്ള ഒരാൾ പ്രണയിക്കുന്നത് പോയിട്ട് എല്ലാം തെറ്റ്, അതായത് നിയമപ്രകാരം വലിയ തെറ്റാണ്. 13 വയസ്സിലൊരു കുട്ടിയെ പ്രണയിക്കാൻ പോയാൽ പോക്സോ നിയമപ്രകാരം അവനകത്താം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരാൾ ഇവരായിട്ട് പ്രണയിക്കുന്നു. അപ്പൊ അച്ഛൻ അതിനെ എതിർക്കുന്നു. അച്ഛൻ എതിർക്കുന്ന സമയത്ത് ഇത് ആ കുട്ടി ആ വീട്ടിൽ വിളിച്ചു പറയുന്നു. എന്നിട്ട് ഈ കാമുകനും കാമുകന്റെ അമ്മയും ഈ കുട്ടിയും ചേർന്നുകൊണ്ട് ഒരു പരാതി തയ്യാറാക്കി പോലീസിൽ കൊടുക്കുന്നു. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എനിക്കെതിരെ പീഡന പരാതി ഉണ്ട് എന്ന് അറിയുന്നത്. നോക്കൂ, എന്തൊരു കഷ്ടമാണിത്, എത്ര ഭയാനകമാണ്, എത്ര സങ്കടകരമാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അമ്മ കഷ്ടപ്പെടുന്ന പോലെ തന്നെ അച്ഛൻ അതിനുവേണ്ടി ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു, ആ മകളെ വളർത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവുക, കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ അമ്മമാരോട് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും അച്ഛന്മാരോട് ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ തകർന്നു പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അത് ആ കുട്ടി എത്ര തകർക്കും, ഭയങ്കര പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളുള്ള സാഹചര്യത്തിൽ ഒരു
വ്യാജ കേസ് വരുന്നു എന്ന് പറയുമ്പോൾ 18 മാസമാണ് ഈ അച്ഛൻ ജയിലിൽ കിടന്നത്. നമ്മൾ ആലോചിക്കണം, പല ആളുകളും പറയും ഏതെങ്കിലും ഒരു കേസ് വന്ന് അയാൾ ജയിലിലായി കഴിഞ്ഞാൽ പറയും എന്തുകൊണ്ടാ ഓൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും ദിവസം ജയിലിൽ കിടന്നത്? 60 ദിവസം ജയിലിൽ കിടന്നില്ലേ, 3 മാസം ജയിലിൽ കിടന്നില്ലേ, 14 ദിവസം അറസ്റ്റ് ചെയ്തില്ലേ, എന്നിട്ട് പിന്നെ കോടതിയിൽ നിന്ന് പൈസ കൊടുത്തിറങ്ങിയല്ലേ എന്നൊക്കെ പറയും. ആലോചിക്കുക, ഇപ്പോഴും നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ FIR ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വകുപ്പ് ഗുരുതരമായ വകുപ്പാണെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വകുപ്പ് അനുസരിച്ച് അവർക്ക് വലിയ തരത്തിലാണ് പ്രശ്നം. സ്വന്തം അച്ഛനൊക്കെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതി ജാമ്യം പോലും കൊടുക്കില്ല. തെളിവുകളെല്ലാം കോടതിയുടെ മുന്നിൽ എത്തിയതിനു ശേഷം ആ തെളിവുകളെല്ലാം പരിശോധിച്ച് ഈ കുട്ടി വൈദ്യപരിശോധനയിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാളെ വെറുതെ വിട്ടിട്ടുള്ളത്. ഇയാൾക്ക് നഷ്ടപ്പെട്ട ആ അഭിമാനം, ഇയാൾക്ക് സംഭവിച്ചിട്ടുള്ള മനസ്സിന്റെ പ്രയാസം എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും. ആ 18 മാസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പോലീസുകാർ എന്തൊരു കരുണയില്ലാത്ത, എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബേസിക്കലി ഒരു പരാതി കിട്ടുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അന്വേഷിക്കണ്ടേ. ഇപ്പൊ ആ അച്ഛനെ വിളിച്ചു വരുത്താം, ആ മോളെ വിളിച്ചു വരുത്താം, എന്നിട്ട് ഒരുമിച്ചിരുത്തി സംസാരിക്കാം, ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ഇൻട്രോഗേഷൻ നടത്താം, ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു ഇൻട്രോഗേഷൻ നടത്താം. അങ്ങനെ ഇൻട്രോഗേഷൻ നടത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, നടന്നിട്ടില്ലേ, ആരെങ്കിലും പറഞ്ഞിട്ട് പരാതി കൊടുത്താണോ. ഇതൊന്നും കേരള പോലീസിന് പറ്റില്ല. അവരൊപ്പം തന്നെ പരാതി രജിസ്റ്റർ ചെയ്യും, ഇതാ ഞങ്ങൾ കുഞ്ഞുങ്ങളോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യും. അങ്ങനെ ചെയ്യരുത് എന്നല്ല, കൃത്യമായി നിയമം എന്ത് ചെയ്യണം, നിയമം നടപ്പിലാക്കി അവരത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഈ ജനങ്ങൾ തീർത്ത് വിശ്വസിക്കുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പല കേസുകളിലും കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും ദിവസം ജയിലിൽ കിടന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അത് തെറ്റ് ചെയ്തുകൊണ്ടാവണം എന്നില്ല, നമ്മുടെ നിയമം അങ്ങനെയാണ്. ആ നിയമം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു അനീതിയാണ്. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഭരണഘടനാപരമായ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. അവിടെ റെഡിക്ക് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനും ആളുകളും എല്ലാം പ്രതികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായത് കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അതെ, ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാമുകന്റെ അടുത്തല്ല ആദ്യം പറയേണ്ടത്. ഒന്നല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന കരുവാറ്റ കേസിൽ തന്നെയാണെങ്കിലും ആ കുട്ടി പറഞ്ഞത് സ്വന്തം അപ്പൂപ്പൻ തന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ്. അതും 13 വയസ്സായിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്താണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് പിന്നെ ഈ കുട്ടി അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്ത് വീട് കാണിച്ചു കൊടുത്ത് വെന്റിലേറ്റർ വഴി വീട്ടിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഗില്ലി സിനിമ പോലെ ആ ഒരു സംഭവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിട്ട് മുളക് പൊടി വിതറിയെന്നാ കേൾക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാല്? അല്ല, ആലോചിച്ച് നോക്കൂ, ഒരു 13 വയസ്സുള്ള കുറച്ച് ഒരു കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു ക്രൂരമായ കൊലപാതകം നടപ്പിലാക്കുകയാണ്. ഇവിടെ പുരോഗമനം അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സാങ്കേതിക വിദ്യയൊക്കെ കണ്ട് സിനിമകളൊക്കെ കാണുന്ന രീതിയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ നമ്മുടെ തിയേറ്റർ അല്ലാത്ത OTT പ്ലാറ്റ്ഫോമിലൊക്കെ എല്ലാവർക്കും സിനിമകൾ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൂടെയൊക്കെ കാണുന്ന കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു കർശനമായ നിയന്ത്രണം നമ്മുടെ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോ തുടങ്ങും അപ്പുറത്തുനിന്ന് സ്വാതന്ത്ര്യത്തിന് നേരെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം. പക്ഷെ ഇവിടെ കാണുന്നത് ഇത്തരത്തിലുള്ള വലിയ ചതിക്കുഴികളിലേക്ക് കുട്ടികൾ പോവുകയാണ്. ഇപ്പൊ ഉദാഹരണം, അയാൾ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അച്ഛനോടോ അമ്മയോടോ പറയണം. ഇനി അതല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറോട് പറയണം. കൃത്യമായ നിയമ നടപടി അവരെടുക്കും. അതാണല്ലോ അതിന്റെ. ഇത്രയും ബുദ്ധിയുള്ള കുട്ടിക്ക് ഒരു ടീച്ചറോടോ പ്രിൻസിപ്പലിനോടോ കാര്യം പറയാം, അല്ലെങ്കിൽ സ്കൂളിൽ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു വിഭാഗം തന്നെയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അവിടെ പോയിട്ട് കാര്യം പറയാം. അതെന്തുകൊണ്ട് കുട്ടി പറഞ്ഞില്ല? മാത്രമല്ല, കൊലപാതകം ഫോണിലൂടെ കണ്ട് രസിക്കുക എന്നൊക്കെ പറയുമ്പോ അവരുടെ മാനസികാവസ്ഥ ഏത് രീതിയിലായി നമ്മൾ ആലോചിക്കണം. ഇത്ര വളർന്നു ഇപ്പം ഒരു സൈക്കിക് മെന്റാലിറ്റിയിലേക്ക് ആ കുട്ടിയും ആ കൂടെയുള്ള ആളുകളും മാറിപ്പോയി. ചെറിയ കൊച്ചു മക്കളാണ് ഇത് ചെയ്യുന്നത്. അപ്പോ സത്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും പിടിവിട്ടു പോയിരിക്കുന്നു. ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ വന്നതുകൊണ്ട് കുറെയൊക്കെ ഈ മയക്കുമരുന്ന് മറ്റു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, സ്വഭാവ വൈകൃതങ്ങളെ ഒന്നും മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടകരം എന്ന് പറയുന്നത്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ കൊടുക്കപ്പെട്ട ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിൽക്കുന്നു. മറുഭാഗത്ത്
ഈ വ്യാജ കേസുകളിൽ കൊടുക്കുന്നതിന്റെ കൂടെ യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഉപദ്രവിച്ച ആൾക്കാർ അതിന്റെ കൂടെ അങ്ങനെയുണ്ട്. അതായത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയും, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബസ്സിൽ ഒരു ലേഡി ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ലേഡിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ലേഡി ഉടനെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവന്റെ പെരടിക്ക് അടിച്ച് ആ സ്ഥാനം ക്ലോസ് ചെയ്യണം എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ തെളിവ് എവിടെ എന്ന് പോലീസ് ചോദിച്ചാൽ എന്ത് ചെയ്യും? തെളിവ് കൊടുക്കാൻ പറ്റുമോ? തെളിവില്ലെങ്കിൽ ഈ കാര്യത്തിന് എന്തെങ്കിലും നിയമ നടപടി കൊടുക്കാൻ പറ്റുമോ? തെളിവിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മനഃപൂർവ്വം ഈ പറയുന്ന പോലെ ഇല്ലാത്ത ആളുകൾ ഇപ്പൊ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് തട്ടിയൊക്കെ പോകും. അത് ഫോട്ടോ എടുത്ത്, അത് വീഡിയോ എടുത്തിട്ട് അയാൾ എന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഷിംജിതയെ പോലുള്ള ആൾക്കാരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരാളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അത് മൊബൈലിൽ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട്. അവരത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ കോടതി ഏറ്റവും അവസാനം ചോദിക്കുക തെളിവ് എന്താണ് എന്നാണ്. അല്ലാതെ ഈ പറയുന്ന 4 പ്രമുഖന്മാര് പറയുന്ന പോലെ, ഈ ആളുകൾ പറയുന്ന പോലെ അപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് അവന്റെ പെരടിക്ക് നോക്കിയടിച്ച് ഉടൻ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? തെളിവില്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയുണ്ട്. ഈ വ്യാജ പീഡനങ്ങൾ വരുന്ന സമയത്തെ എല്ലാം വ്യാജ പീഡനങ്ങളാന്ന് വരുത്തി തീർക്കും. അങ്ങനെയല്ല, കൃത്യമായ ബാരിയർ ഉണ്ട്. അതായത് ഇവിടെ എല്ലാത്തിനെയും മറയാക്കി എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും വ്യാജ പീഡന കേസുകൾ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പൊ ബാലുശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ബാലുശ്ശേരിയിലെ സംഭവം അയാളെ വല്ലാതെ 83 വയസ്സങ്ങാനുണ്ട് ആ മനുഷ്യന്. പക്ഷെ ഈ സംഭവത്തിലും വൈദ്യ പരിശോധനയിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് അയാളെ വെറുതെ വിടുന്നത്. എന്തിനാണ് ഒരു കുഞ്ഞു, ഇപ്പം ഒരു വലിയൊരാളെ, ഒരു മനുഷ്യൻ ഒരാളെ ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അയാളുടെ ഫാമിലിയിൽ പോകാൻ പറ്റില്ല, അയാളുടെ മകന്റെയോ മകളുടെയോ മുഖത്ത് നോക്കാൻ പറ്റില്ല. അയാളുടെ മകനൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ മകൻ ധൈര്യപൂർവ്വം അയാളുടെ അടുത്ത കുഞ്ഞിനെ വെക്കില്ല. പക്ഷെ അയാൾ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണെങ്കിലോ അയാളുടെ ഹൃദയം പൊട്ടി മരിച്ചു പോവില്ലേ? അല്ലേ? നമ്മളാണ് ചോദ്യം, എത്രമാത്രം ക്രൂരമാണത്. എന്നിട്ട് ഈ കോടതി ഇയാളെ കുറ്റമുക്തനാക്കി. അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ, അല്ലെങ്കിൽ ഈ പറയുന്ന പീഡന കേസ് കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ കാമുവിന് അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ പോലീസിന്റെ ഭാഗം ഉണ്ടായിട്ടില്ല. നിവിൻ പോളി ഒരു കേസ് കൊണ്ടുവച്ച് കൊടുത്തു. അതായത് നിവിൻ പോളിനെ, ഈ പറയുന്ന നിവിൻ പോളി പിന്നെ ഗൾഫിൽ നിന്ന് പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അന്ന് ആ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല. അവസാനം നിവിൻ പോളി പരാതി DGPക്ക് നേരിട്ട് കൊടുത്തു. ഈ നിമിഷം വരെ കഴിഞ്ഞ LDF സർക്കാർ എടുത്തിട്ടില്ല, ഈ UDF സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ആ പറഞ്ഞ ലേഡിക്കെതിരെ പരാതി പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്താണ്? ഇവർക്ക് ഭയമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് എല്ലാത്തിന്റെയും ഒരു വശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമാണ്. പക്ഷെ കർശനമായ നടപടി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ വേണം, അതിലൊരു സംശയവുമില്ല. പക്ഷെ അത് മറയാക്കുന്ന ആളുകൾ, ഇപ്പൊ എന്തിനായാലും ഒരു സ്ത്രീ പ്രസവിച്ച ആളാണല്ലോ ഒരു പുരുഷൻ പിന്നെ സൃഷ്ടിക്കുന്നതാണല്ലോ മകളെ. അങ്ങനെയും നമ്മൾ ചിന്തിക്കണ്ടേ? രണ്ടുപേരും ഒരേ തരത്തിൽ, സ്ത്രീയും പുരുഷനും ഒക്കെ ഒരേ രീതിയിൽ നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് പോയിട്ട്, അല്ലെങ്കിൽ നല്ല മനുഷ്യരായിട്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു നല്ല ഇതുണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം മാറിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമാണ്.